നമുക്ക് ഒരു പ്രൊഡക്റ്റേ സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ വെബ്സൈറ്റിൽ. പക്ഷേ നമുക്ക് ആ പ്രൊഡക്റ്റിന് 2 ഓർഡർ കിട്ടും. ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് പക്ഷേ 2 ഓർഡർ കിട്ടും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഷോപ്പിഫൈയിലും എല്ലാ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലും കിട്ടാറുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ബാക്ക് ഓർഡർ വരുന്നതാണ്. അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരേ സമയം ഒന്നിലധികം ആൾക്കാർ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കാൻ നേരത്ത് 2 പേർക്കും ഓർഡർ സക്സസ്ഫുൾ ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം 2 ഓർഡർ പ്ലേസ് ആക്കും. അപ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് ഈസ് നെഗറ്റീവ് ഓർഡർ വാല്യൂസ്. അപ്പോൾ ഷോപ്പിഫൈയിൽ നേറ്റീവായിട്ട് ഇതിനെ എന്താ പറയുക മാറ്റാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് പ്ലഗിനുകളും ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ ഇത് എഫക്റ്റ് ചെയ്യുന്നത് സിംഗിൾ സ്റ്റോക്ക് മാത്രം ആഡ് ചെയ്യുന്ന വളരെ ഹൈ ഡിമാൻഡ് ഉള്ള വെബ്സൈറ്റുകളെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു കസ്റ്റം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിത് എങ്ങനെയാണ് നമ്മളുടെ ക്ലയൻറ്റ് സൈറ്റുകളിൽ സോൾവ് ചെയ്യണമെന്ന് വെച്ചെന്നാൽ, നമ്മൾ ഒരു കസ്റ്റം കോഡ് ആഡ് ചെയ്യും. ഒരാൾ ചെക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ചെക്കൗട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും ഒരു സെർട്ടൺ ടൈം പീരീഡിലേക്ക്. അപ്പോൾ ഇതുവഴിയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഓർഡേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദാറ്റ്.